വളരെ ഭയാനകമായ അവസ്ഥയിലാണ് അയ്യങ്കുഴി നിവാസികൾ. വ്യവസായ മേഖലയിൽ അപകട ഭീഷണിയിൽ അയ്യങ്കുഴി നിവാസികൾ ജീവിതം തുടങ്ങിയിട്ട് 40 വർഷം പിന്നിടുന്നു. അപകടം നടന്നിട്ട് മാത്രമേ പ്രശ്നം പരിഹരിക്കുകയുള്ളൂ എന്നുള്ളതാണ് പല ഗവൺമെന്റുകളും എടുക്കുന്ന നടപടി. റിഫൈനറി HOC കമ്പനികളുടെ മതിലിനോട് ചേർന്ന് 10 മീറ്റർ പോലും അകലമില്ലാതെയാണ് 42 വീടുകൾ അവിടെ നിൽക്കുന്നത്. ഇവിടെ താമസയോഗ്യമല്ലെന്നുള്ള മലിനീകരണ നിയന്ത്രണ ബോർഡ് നേരത്തെ റിപ്പോർട്ട് നൽകിയതാ. പക്ഷേ അവരെ മാറ്റി താമസിക്കാൻ സർക്കാരോ കമ്പനിയോ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളത് വളരെ വിഷമകരമായിട്ടുള്ള കാര്യമാണ്. അടിക്കടി ഉണ്ടാകുന്ന തീപിടുത്തം, വാതക ചോർച്ച ജനങ്ങളുടെ ഉള്ളിൽ തീ കോരിയിടുന്ന അവസ്ഥയിലാണ്. ഈ കഴിഞ്ഞ തിങ്കളാഴ്ച വൈകിട്ട് 4:30 HOCക്ക് പിന്നിൽ അയ്യങ്കുഴി ഭാഗത്തുള്ള BPCL വളപ്പിൽ വലിയ ശബ്ദത്തോടെ പുക ഉയരുന്നതും വാതക ചോർച്ചയാണെന്ന് തെറ്റിദ്ധരിച്ച പ്രദേശവാസികൾ പരിഭ്രാന്തിയിലായി. ഭൂഗർഭ കേബിൾ കത്തിയതോടെ കടുത്ത പുകയും ശ്വാസതടസ്സവും ഉണ്ടാകുന്ന തരത്തിലുള്ള ഗന്ധവും അവിടെ ഉണ്ടായി. സമീപത്തെ വീടുകളിൽ താമസിക്കുന്നവർക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടും ഉണ്ടാക്കി. കമ്പനിയിലെയും പുറത്തെയും അഗ്നിശമന യൂണിറ്റുകൾ സ്ഥലത്തെത്തി രാത്രി 12:30 തീയും പുകയും അണച്ചത്. അയ്യങ്കുഴി ഭാഗത്തെ 21 വീടുകൾ 90ഓളം പേരെ BPL കമ്പനി അധികൃതർ ചോറ്റാനിക്കരയിലെ സ്വകാര്യ ലോഡ്ജിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. പരിസ്ഥിതി മലിനീകരണ വകുപ്പും പഞ്ചായത്തും ആരോഗ്യ വിഭാഗവും അയ്യങ്കുഴി ഭാഗത്തെ വീടുകളിൽ പരിശോധന നടത്തി അവിടെ താമസിക്കുന്നതിന് യോഗ്യമാണോ എന്നതിന് ശേഷം മാത്രമേ സ്വകാര്യ ലോഡ്ജിൽ നിന്ന് പ്രദേശവാസികളെ വീടുകളിലേക്ക് മാറ്റുകയുള്ളൂ. വടവുകോട്, പുത്തൻകുരിശ് പഞ്ചായത്ത്, തിരുവാണിയൂർ, കുന്നത്തുനാട് തുടങ്ങിയ പ്രദേശങ്ങളിലെ ആയിരക്കണക്കിന് ജനങ്ങളാണ് മലിനീകരണവും ദുരിതവും അനുഭവിക്കുന്നത്. ശതകോടികൾ വരുമാനമുള്ള കമ്പനികൾ ഒരു ആനുകൂല്യങ്ങളും നൽകുന്നില്ല എന്ന ആക്ഷേപവും നിലവിലുണ്ട്. ആയിരക്കണക്കിന് ടാങ്കർ ലോറികളും വാഹനങ്ങളും സഞ്ചരിക്കുന്ന റോഡുകൾ പോലും പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന അവസ്ഥയിലുമാണ്. സ്ഥിര വരുമാനമുള്ള ജോലികളിൽ നാട്ടുകാരെയും നിയമിച്ചിട്ടില്ല ഇതുവരെ.